ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിന്റെ ജൂനിയർ ക്ലർക്ക് പരീക്ഷയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് വീഡിയോയിൽ ചെയ്യുന്നത്. ജൂനിയർ ക്ലർക്ക് തസ്തിക കോഡ് നമ്പർ 1045/2023. 63-ാമത്തെ ചോദ്യം. ഗ്രാമീണ അഭിവൃദ്ധി വളർത്തുന്നതിനായി രാജ്യത്തിന്റെ വികസന ബാങ്ക് എന്ന കാഴ്ചപ്പാടോടെ സ്ഥാപിച്ച ബാങ്ക് NCDC, നബാർഡ്, നാഫെഡ്, NCCF. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നബാർഡ്. അർബൻ സഹകരണ ബാങ്കുകളുടെ ബാങ്കിംഗ് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നത് ഓപ്ഷൻ എ, നബാർഡ്. ഓപ്ഷൻ ബി, സംസ്ഥാന സർക്കാർ. ഓപ്ഷൻ സി, സഹകരണ രജിസ്ട്രാർ. ഓപ്ഷൻ ഡി, RBI. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സംസ്ഥാന സർക്കാർ. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ നിയമം നിലവിൽ വന്ന വർഷം ഓപ്ഷൻ എ 1906, ഓപ്ഷൻ ബി 1905, ഓപ്ഷൻ സി 1904, ഓപ്ഷൻ ഡി 1912. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 1904. രാജ്യത്തെ സഹകരണ ബാങ്കിംഗ് മേഖലയിലെ ആദ്യത്തെ ഷെഡ്യൂൾ അപ്പെക്സ് സഹകരണ ബാങ്ക് ഓപ്ഷൻ എ NCDC, ഓപ്ഷൻ ബി NCHF, ഓപ്ഷൻ സി നബാർഡ്, ഓപ്ഷൻ ഡി KSCB. 66-ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി KSCB. 67-ാമത്തെ ചോദ്യം. ഇൻട്രാ ആൻഡ് ഇന്റർ സ്റ്റേറ്റ് കയറ്റുമതി വ്യാപാരം എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച ദേശീയ തലത്തിലുള്ള സഹകരണ സ്ഥാപനം ഓപ്ഷൻ എ NCDC, ഓപ്ഷൻ ബി നാഫെഡ്, ഓപ്ഷൻ സി NCHF, ഓപ്ഷൻ ഡി NCCF. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി നാഫെഡ്. 68-ാമത്തെ ചോദ്യം. സഹകരണ ഭരണം ഡാഷ് സ്ഥാപിച്ച മാർഗനിർദ്ദേശ തത്വങ്ങളിൽ നിന്നാണ് ഓപ്ഷൻ എ AIRCS, ഓപ്ഷൻ ബി UNICOOP, ഓപ്ഷൻ സി ICA, ഓപ്ഷൻ ഡി ICM. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ICA. 69-ാമത്തെ ചോദ്യം. തിരുവിതാംകൂറിൽ ആദ്യത്തെ സഹകരണ സംഘം രജിസ്റ്റർ ചെയ്ത വർഷം ഓപ്ഷൻ എ 1952, ഓപ്ഷൻ ബി 1932, ഓപ്ഷൻ സി 1913, ഓപ്ഷൻ ഡി 1914. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 1914. 70-ാമത്തെ ചോദ്യം. സംഘങ്ങളിൽ അക്കൗണ്ടുകളുടെ അന്തിമ പ്രസ്താവന തയ്യാറാക്കൽ സഹകരണ സംഘം തയ്യാറാക്കി സമർപ്പിച്ചതാണെന്ന ആണെങ്കിലും ഇതിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം ഡാഷിൽ നിക്ഷിപ്തമാണ്. ഓപ്ഷൻ എ CEO, ഓപ്ഷൻ ബി പ്രസിഡന്റ്, ഓപ്ഷൻ സി സഹകരണ ഓഡിറ്റർ, ഓപ്ഷൻ ഡി ബോർഡ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി സഹകരണ ഓഡിറ്റർ. 71-ാമത്തെ ചോദ്യം. ഡാഷ് സഹകരണ ക്രെഡിറ്റ് സൊസൈറ്റികളുടെ പലിശ നിരക്ക് നിശ്ചയിക്കും. ഓപ്ഷൻ എ ബോർഡ്, ഓപ്ഷൻ ബി പ്രസിഡന്റ്, ഓപ്ഷൻ സി ജനറൽ ബോഡി, ഓപ്ഷൻ ഡി രജിസ്ട്രാർ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി രജിസ്ട്രാർ. 72-ാമത്തെ ചോദ്യം. ഡാഷ് സംസ്ഥാനത്തെ സഹകരണ വിദ്യാഭ്യാസത്തിലും സഹകരണ പരിശീലനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഓപ്ഷൻ എ NCDC, ഓപ്ഷൻ ബി സംസ്ഥാന സഹകരണ യൂണിയൻ, ഓപ്ഷൻ സി SCB, ഓപ്ഷൻ ഡി സഹകരണ തെരഞ്ഞെടുപ്പ് ബോർഡ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സംസ്ഥാന സഹകരണ യൂണിയൻ.
73-ാമത്തെ ചോദ്യം, സർവീസ് സഹകരണ ബാങ്കുകളിൽ വ്യക്തിഗത വായ്പയെടുക്കാനുള്ള പരിധി അവരുടെ ഓഹരി പങ്കാളിത്തത്തിന്റെ ഡാഷ് ഇരട്ടിയായി നിശ്ചയിച്ചിരിക്കുന്നു. അത് ബൈലോകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരിയായോ? ഓപ്ഷൻ എ 10 മുതൽ 20 വരെ, ഓപ്ഷൻ ബി 20 മുതൽ 30 വരെ, ഓപ്ഷൻ സി 30 മുതൽ 40 വരെ, ഓപ്ഷൻ ഡി 40 മുതൽ 50 വരെ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 10 മുതൽ 20 വരെ. 74-ാമത്തെ ചോദ്യം, റെഗുലേറ്ററി ബാങ്ക് അധികാരികൾ ഉപയോഗിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളുടെ ഒരു അന്താരാഷ്ട്ര റേറ്റിംഗ് സംവിധാനമാണ് ഓപ്ഷൻ എ LAMPS, ഓപ്ഷൻ ബി ICA, ഓപ്ഷൻ സി CAMEL, ഓപ്ഷൻ ഡി IAC. ശരിയായ ഉത്തരം ഓപ്ഷൻ സി CAMEL. 75-ാമത്തെ ചോദ്യം, ഡാഷ് ഒരു മൾട്ടി സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഓപ്ഷൻ എ റബ്കോ, ഓപ്ഷൻ ബി ഇഫ്കോ, ഓപ്ഷൻ സി APCOS, ഓപ്ഷൻ ഡി മാർക്കറ്റ് ഫെഡ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഇഫ്കോ. 76-ാമത്തെ ചോദ്യം, താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ ഏതാണ് സഹകരണ തത്വങ്ങൾക്ക് കീഴിൽ വരാത്തത്? ഓപ്ഷൻ എ വിദ്യാഭ്യാസം, പരിശീലനം, വിവരങ്ങൾ, ഓപ്ഷൻ ബി സ്വേച്ഛാധിപത്യ നിയന്ത്രണം, ഓപ്ഷൻ സി ഓപ്പൺ ആൻഡ് വോളണ്ടറി അംഗത്വം, ഓപ്ഷൻ ഡി അംഗത്തിന്റെ സാമ്പത്തിക പങ്കാളിത്തം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സ്വേച്ഛാധിപത്യ നിയന്ത്രണം. 77-ാമത്തെ ചോദ്യം, ഒരു കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബോർഡ് അതിന്റെ അധികാരം ലഭിക്കുന്നത് ഡാഷിൽ നിന്നാണ്. ഓപ്ഷൻ എ സെൻട്രൽ സൊസൈറ്റി, ഓപ്ഷൻ ബി ജനറൽ ബോഡി, ഓപ്ഷൻ സി രജിസ്ട്രാർ, ഓപ്ഷൻ ഡി പ്രസിഡന്റ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ജനറൽ ബോഡി. 78-ാമത്തെ ചോദ്യം, ഡാഷ് ഒരു സഹകരണ സൊസൈറ്റിയുടെ അംഗങ്ങൾക്കും മാനേജ്മെന്റിനും വിവരവും നേതൃത്വവും നൽകുന്നു. ശരിയായ ഓപ്ഷൻ എ പ്രസിഡന്റ്, ഓപ്ഷൻ ബി CEO, ഓപ്ഷൻ സി ബോർഡ്, ഓപ്ഷൻ ഡി രജിസ്ട്രാർ. 78-ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ബോർഡ്. 79-ാമത്തെ ചോദ്യം, ഉത്തരവാദിത്വം, സുതാര്യത, ഡാഷ് പങ്കാളിത്തം എന്നിവയാണ് ഒരു സഹകരണ സൊസൈറ്റിയിലെ ഭരണത്തിലെ 4 പ്രധാന ഘടകങ്ങൾ. ഓപ്ഷൻ എ കുത്തകയെ പ്രോത്സാഹിപ്പിക്കുന്നു, ഓപ്ഷൻ ബി പങ്കാളിത്തം, ഓപ്ഷൻ സി ലാഭക്ഷമത, ഓപ്ഷൻ ഡി പ്രവചനാത്മകത. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി പ്രവചനാത്മകത. 80-ാമത്തെ ചോദ്യം, ഒരു പ്രാഥമിക സഹകരണ ഉപഭോക്തൃ സ്റ്റോറിൽ ലാഭത്തിന്റെ ഡാഷ് ശതമാനം സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഫണ്ടിലേക്ക് നീക്കിവെക്കാം. ഓപ്ഷൻ എ 8, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 15, ഓപ്ഷൻ ഡി 5. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 15. ഒരു ജില്ലാ ഹോൾസെയിൽ കോഓപ്പറേറ്റീവ് സ്റ്റോറിന് പരമാവധി വായ്പയെടുക്കാനുള്ള അംഗീകാരം അടച്ച ഓഹരി മൂലധനത്തിന്റെയും റിസർവ് ഫണ്ടിന്റെയും ഡാഷ് ഇരട്ടിയായി നിശ്ചയിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ 30, ഓപ്ഷൻ ബി 20, ഓപ്ഷൻ സി 15, ഓപ്ഷൻ ഡി 10. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 10. 82-ാമത്തെ ചോദ്യം, വിദ്യാഭ്യാസം, പരിശീലനം, ഗവേഷണം എന്നിവയുടെ പ്രോത്സാഹനത്തിന്റെ അടിസ്ഥാന പ്രവർത്തനത്തിനായി
സ്ഥാപിതമായ ദേശീയതല സഹകരണ സംഘടന? ഓപ്ഷൻ എ NCDC, ഓപ്ഷൻ ബി NCUI, ഓപ്ഷൻ സി NCCT, ഓപ്ഷൻ ഡി NLCF. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി NCUI. 83-ാമത്തെ ചോദ്യം. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് രൂപീകൃതമായ വർഷം? ഓപ്ഷൻ എ 1951, ഓപ്ഷൻ ബി 1975, ഓപ്ഷൻ സി 1965, ഓപ്ഷൻ ഡി 1971. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 1965. ഡാഷിന്റെ പ്രവർത്തന മേഖല ഒരു ഗ്രാമത്തിലോ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ പരിമിതപ്പെടുത്തിയിരിക്കുന്നു? ഓപ്ഷൻ എ സർവീസ് സഹകരണ ബാങ്ക്, ഓപ്ഷൻ ബി കേന്ദ്ര സഹകരണ ബാങ്ക്, ഓപ്ഷൻ സി പ്രൈമറി സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക്, ഓപ്ഷൻ ഡി പ്രാഥമിക ഉപഭോക്തൃ സഹകരണ സ്റ്റോറുകൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ സർവീസ് സഹകരണ ബാങ്ക്. 85-ാമത്തെ ചോദ്യം. കേരളത്തിൽ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് മാത്രമായി വിവിധോദ്ദേശ സഹകരണ സംഘങ്ങൾ ആരംഭിച്ചത് ഏത് വർഷമാണ്? ഓപ്ഷൻ എ 1969, ഓപ്ഷൻ ബി 1973, ഓപ്ഷൻ സി 1960, ഓപ്ഷൻ ഡി 1981. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 1960. 86-ാമത്തെ ചോദ്യം. സ്ഥാവര വസ്തുക്കളുടെ വിൽപ്പന സംബന്ധിച്ച വിളംബരം വിൽപ്പനയ്ക്ക് നിശ്ചയിച്ച തീയതിക്ക് ഡാഷ് ദിവസം മുമ്പ് പ്രസിദ്ധീകരിക്കേണ്ടതാണ്? ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 15, ഓപ്ഷൻ ഡി 30. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 30. 87-ാമത്തെ ചോദ്യം. ട്രൈബ്യൂണൽ ഒരു അപ്പീൽ രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ സെക്രട്ടറി ഡാഷ് ദിവസങ്ങൾക്കുള്ളിൽ അത് ചെയ്യേണ്ടതാണ്? ഓപ്ഷൻ എ 7, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 15, ഓപ്ഷൻ ഡി 21. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 7. സർക്കിൾ സഹകരണ യൂണിയനിലെ അംഗങ്ങൾ ചുരുങ്ങിയത് ഡാഷ് ഇടവേളകളിൽ എങ്കിലും യോഗം ചേരേണ്ടതാണ്? ഓപ്ഷൻ എ എല്ലാ ആഴ്ചയിലും, ഓപ്ഷൻ ബി എല്ലാ മാസത്തിലും, ഓപ്ഷൻ സി എല്ലാ 3 മാസത്തിലും, ഓപ്ഷൻ ഡി എല്ലാ 6 മാസത്തിലും. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി എല്ലാ മാസത്തിലും. 89-ാമത്തെ ചോദ്യം. ഇന്ത്യ റിപ്പബ്ലിക് ആയതിന്റെ ഡാഷ് വർഷത്തിലാണ് കേരള സഹകരണ സംഘ നിയമം 1969 പാസാക്കിയത്? ഓപ്ഷൻ എ 17-ാമത്, ഓപ്ഷൻ ബി 18-ാമത്, ഓപ്ഷൻ സി 19-ാമത്, ഓപ്ഷൻ ഡി 20-ാമത്. 89-ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി 19-ാമത്. 90-ാമത്തെ ചോദ്യം. ഒരു സംഘത്തിന് ഡാഷിലൂടെ പേര് മാറ്റാവുന്നതാണ്? ഓപ്ഷൻ എ ഔദ്യോഗിക ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ, ഓപ്ഷൻ ബി 2 പ്രാദേശിക ഭാഷാപത്രത്തിൽ പ്രസിദ്ധീകരിച്ച്, ഓപ്ഷൻ സി നിയമാവലി ഭേദഗതിയിലൂടെ, ഓപ്ഷൻ ഡി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മാറ്റം വരുത്തി. 90-ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി നിയമാവലി ഭേദഗതിയിലൂടെ. 91. ഒരു പുറന്തള്ളിയ അംഗത്തിന് പുനരംഗത്വം നൽകാവുന്നത് ഡാഷ് കാലാവധിക്ക് ശേഷമാണ്? ഓപ്ഷൻ എ 1 വർഷം, ഓപ്ഷൻ ബി 2 തവണകൾ, ഓപ്ഷൻ സി 2 വർഷം, ഓപ്ഷൻ ഡി 3 വർഷം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 1 വർഷം. 'പുതുതായി രജിസ്റ്റർ ചെയ്ത സഹകരണ സംഘത്തിന്റെ ആദ്യ ഭരണസമിതി രജിസ്ട്രാർ നാമനിർദ്ദേശം ചെയ്യുന്നത് ഡാഷ് കാലയളവിലേക്കാണ്? ഓപ്ഷൻ എ 3 മാസം, ഓപ്ഷൻ ബി 6 മാസം, ഓപ്ഷൻ സി 12 മാസം, ഓപ്ഷൻ ഡി 5 വർഷം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 12 മാസം. 93-ാമത്തെ ചോദ്യം. സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ഡാഷ് പദവിയിൽ കുറയാത്ത ഉദ്യോഗസ്ഥർ ആയിരിക്കും? ഓപ്ഷൻ എ ഗവൺമെന്റിന്റെ സ്പെഷ്യൽ സെക്രട്ടറി, ഓപ്ഷൻ ബി അഡീഷണൽ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഓപ്ഷൻ സി ജോയിന്റ് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഓപ്ഷൻ ഡി IAS ഓഫീസർ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അഡീഷണൽ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്.
94-ാമത്തെ ചോദ്യം ഒരു സഹകരണ സംഘത്തിന്റെ അറ്റ ലാഭ വിഭജനം സംബന്ധിച്ച് തീരുമാനമെടുക്കാനുള്ള അധികാരം ഡാഷിന് ആണ്. ഓപ്ഷൻ എ ഓഡിറ്റർ, ഓപ്ഷൻ ബി രജിസ്ട്രാർ, ഓപ്ഷൻ സി പൊതുയോഗം, ഓപ്ഷൻ ഡി ഭരണസമിതി. ശരിയായ ഉത്തരം ഓപ്ഷൻ സി പൊതുയോഗം. 95-ാമത്തെ ചോദ്യം അവിശ്വാസ പ്രമേയം ചർച്ചയിൽ ഡാഷിന് പങ്കെടുക്കാൻ പാടില്ലാത്തതാണ്. ഓപ്ഷൻ എ നോമിനേറ്റഡ് മെമ്പേഴ്സ്, ഓപ്ഷൻ ബി എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്, ഓപ്ഷൻ സി കോപ്റ്റഡ് മെമ്പേഴ്സ്, ഓപ്ഷൻ ഡി ഇവരെല്ലാം. 95-ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഇവരെല്ലാം. 96 നിലവിലെ ഭരണസമിതിയുടെ കാലാവധി 30 ദിവസം കൊണ്ട് അവസാനിക്കും. ഒരു പുതിയ കമ്മിറ്റിയെ ഡാഷ് പ്രകാരം നിയമിക്കാവുന്നതാണ്. ഓപ്ഷൻ എ വകുപ്പ് 28, ഓപ്ഷൻ ബി വകുപ്പ് 32, ഓപ്ഷൻ സി വകുപ്പ് 33, ഓപ്ഷൻ ഡി വകുപ്പ് 35A. ശരിയായ ഉത്തരം ഓപ്ഷൻ സി വകുപ്പ് 33. സംസ്ഥാന സഹകരണ യൂണിയന്റെ ഭരണസമിതിയിലെ ജീവനക്കാരുടെ പ്രതിനിധികളുടെ എണ്ണം ഡാഷ് ആണ്. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി ഇവ ഒന്നുമല്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 1. 98-ാമത്തെ ചോദ്യം ഒരു സഹകരണ സംഘമല്ലാത്ത സ്ഥാപനത്തിന് സഹകരണം എന്ന വാക്ക് ഉപയോഗിക്കാൻ അനുവാദം നൽകാവുന്നത് ഡാഷിന് ആണ്. ഓപ്ഷൻ എ രജിസ്ട്രാർ, ഓപ്ഷൻ ബി ഗവൺമെന്റ്, ഓപ്ഷൻ സി ഹൈക്കോർട്ട്, ഓപ്ഷൻ ഡി സെൻട്രൽ രജിസ്ട്രാർ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഗവൺമെന്റ്. 99-ാമത്തെ ചോദ്യം ഡാഷിൽ നിന്ന് വിഹിതം സ്വീകരിച്ചതുകൊണ്ട് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം രൂപീകരിക്കുന്നത് ഓപ്ഷൻ എ എല്ലാ സഹകരണ സംഘങ്ങളിൽ നിന്നും, ഓപ്ഷൻ ബി നിക്ഷേപം സ്വീകരിക്കുന്ന സഹകരണ സംഘങ്ങളിൽ നിന്ന്, ഓപ്ഷൻ സി സഹകരണ ബാങ്കുകളിൽ നിന്ന്, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി നിക്ഷേപം സ്വീകരിക്കുന്ന സഹകരണ സംഘങ്ങളിൽ നിന്ന്. 100-ാമത്തെ ചോദ്യം ഓഡിറ്റിന് സാമ്പത്തിക കണക്കുകൾ സമർപ്പിക്കുവാനുള്ള ഉത്തരവാദിത്തം ഡാഷിന് ആണ്. ഓപ്ഷൻ എ ചീഫ് എക്സിക്യൂട്ടീവ്, ഓപ്ഷൻ ബി പൊതുയോഗം, ഓപ്ഷൻ സി ഭരണസമിതി, ഓപ്ഷൻ ഡി ചീഫ് അക്കൗണ്ടന്റ്. കറക്റ്റായ ഉത്തരം ഓപ്ഷൻ എ ചീഫ് എക്സിക്യൂട്ടീവ്. ഇന്നത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്കിവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും നന്ദി. ചാനൽ തുടർന്നും കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.